പിണറായി സർക്കാർ ഒരു വാക്കു പറഞ്ഞാൽ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇനി എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്ത് നേടിക്കൊടുക്കും, അല്ലെങ്കിൽ ആ വാക്കു പാലിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വയനാട് ദുരന്തത്തിൽ സ്വന്തം ജീവിതം നഷ്ടമായവർക്ക്, കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാതായവർക്ക്, ആയുസ് മുഴുവൻ അധ്വാനിച്ച് ആ അധ്വാനം മുഴുവനും ഒരു വീടിനു വേണ്ടി സമർപ്പിച്ചവർക്ക് അത് നഷ്ടമായപ്പോൾ അവരിലുണ്ടായ കണ്ണുനീരിന് അതിനൊരു വില കൊടുത്ത സർക്കാരാണ് പിണറായി സർക്കാരെന്ന് തെളിയിച്ചിരിക്കുന്നു. പറഞ്ഞ വാക്കിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട് ഈ സർക്കാർ. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾ കൂടെയുണ്ടെന്ന് ഉറപ്പ് നൽകിയ സർക്കാർ വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിലെ ആദ്യ ടൈം അന്ന് വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് വീട് നഷ്ടമായവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം വീടുകൾ നൽകുന്ന സാഹചര്യം. ആ ഒരു നിമിഷത്തിൽ ആ നറുക്കെടുപ്പിനെത്തിയ ഒരമ്മയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണീർ. ആ അമ്മ ക്യാമറയ്ക്ക് മുന്നിൽ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരാണ് വരുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, പറഞ്ഞ വാക്കിനോട് 100% നീതി പുലർത്തി ഒന്നുമല്ലാതെ ആയവർക്ക് എല്ലാം നേടിക്കൊടുത്ത ഈ സർക്കാരിനോടുള്ള ആനന്ദ കണ്ണീർ. G76 ഒന്നാമത്തെ സോണിൽ ജി എന്ന ക്ലസ്റ്ററിൽ 76ാമത്തെ ഫ്ലോർ. താങ്ക് യു. ഇവിടെ ഈ കൗണ്ടറിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ രജിസ്ട്രേഷൻ കൗണ്ടറിലും പട്ടയ കൗണ്ടറിലും പോകണം. അവന്തികയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 1B22 ആണ്. ഫസ്റ്റ് സോൺ ബി ക്ലസ്റ്റർ 22. ഒന്നാമത്തെ സോണിൽ ബി ക്ലസ്റ്ററിൽ വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യത്തിലേക്കാകുമ്പോൾ 178 കുടുംബങ്ങൾക്കുള്ള വീടിൻ്റെ താക്കോൽദാനം ഫെബ്രുവരി 25 സാധ്യമാകും. തടസ്സങ്ങളെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന് നൽകിയ വാക്ക് പിണറായി സർക്കാർ പാലിക്കുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തിയാൽ ഇത് കരുതലിൻ്റെ കേരളമായി മാറുന്നു. ഇതിനോടൊപ്പം വയനാട് ദുരന്തത്തെ മുതലാക്കിയെടുത്തുകൊണ്ട് കീശ നിറയ്ക്കുവാൻ ഫണ്ട് പിരിവ് നടത്തിയവന്മാരും വീട് നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ച കോൺഗ്രസ്സുകാരും ഇതുവരെയും പറഞ്ഞ വാക്കിനോട് നീതി പുലർത്താതെ ആ പാവപ്പെട്ട എല്ലാം നഷ്ടമായ ജനങ്ങൾക്ക് വേണ്ടി വന്യജീവികൾ തേരാപ്പാര പായുന്ന കാടിനുള്ളിൽ തന്നെ വസ്തു കണ്ടെത്തിയ ജനങ്ങളെ പറ്റിച്ച കോൺഗ്രസ്സുകാരെയും ഈ നിമിഷത്തിൽ ഓർക്കണം. എന്തായാലും ശരി, വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാവുകയാണ്. ആദ്യഘട്ടത്തിലുള്ള 178 വീടുകളുടെ താക്കോൽദാനമാണ് ഫെബ്രുവരി 25 നടക്കുക. അതോടൊപ്പം അതേ 178 കുടുംബങ്ങൾക്കും പട്ടയവും നൽകും. പറഞ്ഞിരുന്നില്ലേ, ഇത് കരുതലിൻ്റെ കേരളമാണ്. ഒരു വാക്കു പറഞ്ഞിട്ടുണ്ടോ ഉറപ്പായും അത് നിറവേറ്റിയിരിക്കും. അതാണ് ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നയം. എന്തുകൊണ്ട് പിണറായി സർക്കാർ മൂന്നാമതും വരണം എന്ന് കേരളത്തിലുള്ള സാധാരണക്കാർ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമായി, ഏറ്റവും വലിയ തെളിവായി ഈ ഒരു നിമിഷം മാറുകയാണ്.